അമ്മായിയപ്പ കച്ചവടം തുടങ്ങാൻ പോവുകയാണ്. കട സ്ത്രീധനായിട്ട് വന്നാണ്. അതൊക്കെ ശരി. ഇതും വെച്ച് അറിയിക്കാതെ നിങ്ങളെ മകളെ ഞാൻ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അവളുടെ കാര്യം അവള് പറഞ്ഞോളൂ. അല്ലടി മറിയേ, അയ്യോ എന്റെ പൊന്നമ്മായിപ്പനെ അറിയാലോ. എന്റെ അപ്പനാണ് സത്യം. അന്ത്യാകുമ്പോ എനിക്കൊരു കുപ്പി കള്ളു കുടിക്കണം. ഇവിടുത്തെ ചെലവെല്ലാം കഴിച്ച് ഒരു കുപ്പി കള്ളിനുള്ള കാശ് കിട്ടണില്ല. എന്റെ പൊന്നെ അമ്മായിപ്പോ, എന്നെങ്കിലും മനതൃപ്തിയോടുകൂടി ഒരു കുപ്പി കള്ളു കുടിക്കാനുള്ള കാശ് ഉണ്ടായി തരണേ. ആമേ. കാലി തള്ളിയിട്ട് എന്നും ഇതേ കേൾക്കാനുള്ളൂ. എടി, നിന്റെ അപ്പൻ ജീവിച്ചിരിക്കുമ്പോഴേ മറവി കൂടുതലാ. ചത്തപ്പ അതൊന്ന് ഏറി. എടി മറിയേ, നീ എന്നും കാണുന്നല്ലേ ഞാൻ ഇവിടെ നിന്ന് നിന്റെ അപ്പനോട് മനം നൊന്ത് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് വരെ എന്തെങ്കിലും ഒരു കാര്യം നിന്റെ അപ്പൻ എനിക്ക് ചെയ്തു തന്നുണ്ടോ? ഇല്ല. അപ്പൻ എന്താ ദേവനോ? അതാണടി എന്റെ ബുദ്ധി. ദൈവം തമ്പരൻ എത്രായിരം പേരുടെ ആവലാതി കേൾക്കണം. നിന്റെ അപ്പനാണെങ്കിൽ നിന്റെ എന്റെ കാര്യം നോക്കിയാൽ മതി. പരലോകത്താണെങ്കിൽ കർത്താവിനോട് റെക്കമെൻഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം ഇവരവിടെ അടുത്തടുത്തല്ലേ താമസോ. എനിക്കറിയേ, ഇങ്ങോട്ട് പറ. ജീവത്തിനാണെങ്കിലും കൈക്കൂലിയും അപ്പൻ അപ്പൻ കൂടെ മത്തായി സ്മാരക വിലാസം കാപ്പി ക്ലബ്. ആരാ മനസ്സിലായില്ല? ഞാനിവിടെ പുതിയതാ, ന്യൂ എംപ്ലോയ്മെന്റ്. സാറി ഇരിക്കണം. എനിക്കൊരൊറ്റ നോട്ടത്തിൽ മനസ്സിലായി. ഒരു ജോലിയും ചെയ്യാതെ സർക്കാരിന്റെ 4 ഏക്കറും പറ്റിച്ചടക്കുന്ന ആളാണ്. എന്റെ കുടുംബം ഉണ്ടാ? സംശയം എന്താ? ഞാൻ കുടുംബത്തിൽ പറഞ്ഞോൻ തന്നെ. സാറ് ഞാൻ അങ്ങനെയല്ലേ ചോദിച്ചത്. ഇവിടെ സാറ് ഫാമിലി ആയിട്ടാണോ? ഇല്ലെങ്കിലേ ഇവിടെ ആയിരിക്കും ഭക്ഷണം. കൊള്ളാവുന്നവരുടെ പച്ചുകടയാണിത്. അതായത് വീട് വിറ്റാ പിന്നെ ഒരു വീട്. അതാണ് മത്തായി സ്മാരക വിലാസം കാപ്പി ക്ലബ്ബ്. ഭക്ഷണത്തിന്റെ കാര്യം മാത്രം കേട്ടോ. നീ കിടക്കും ഉറക്കും ഒക്കെ അതൊന്നും വേറെ. നമ്മുടെ പേരെന്താ? നമ്മുടെ പേര് എനിക്കറിയില്ല. എന്റെ പേര് ജ്ഞാനേശ്വരൻ എന്നാ. പറയൂ. ഇവിടെ അടുത്തെങ്ങാനും വല്ല കൊലപാതകമോ ആത്മഹത്യയോ വല്ലതും നടന്നറിയാമോ? അയ്യോ എന്റെ സാറേ, അതൊന്നും നമുക്കറിയാം സാറേ. എന്റെ ഇത്രയും വയസ്സിനിടയ്ക്ക് ഒരു കൊലപാതകമോ ഒരു ആത്മഹത്യ ഒന്നും ഞാൻ ചെയ്യില്ല. നമുക്കെന്ത് അതിന്റെ കാര്യമൊക്കെ. അതെ, കടുപ്പത്തിലൊരു ചായ പറയട്ടെ. സാറിനൊരു ചായ. സാറിന് കടിക്കാൻ വേണ്ടല്ലേ? അപ്പൊ ഞാൻ പോകട്ടെ. ഞാൻ പോലടാ. എടാ, എന്ത് തോന്നിയ ദിവസം കാണിച്ചത്? ചായ കഴിക്കാൻ വരുന്ന ഒരു പെരട്ടി കൊണ്ട് ഓടിച്ചു. എന്റെ പറയത് അവൻ എന്താ ചെയ്തത് നിനക്കറിയാം? അവനെന്ത് ചെയ്ത്? എന്താ ചോദിക്കാം? ചെയ്തോ? കാര്യം പറയണ. ഓടിച്ചിട്ട് പിടി. അവന്റെ കളനോ കൊലപാതകയോ? ശാപം. ശാപോ? എടോ, എന്റെ കച്ചവടം മുടക്കും പോലെ എന്റെ മുഖത്തേക്ക് ശാപമൊന്നോ? അതല്ല പറയുന്നേ, ശാപം. അല്ല പറയുന്നേ, ശാപമൊന്നോ? നിന്ന് അങ്ങനെ നക്കണ്ട. നക്കഞ്ഞ സമ്മതിക്കില്ല. ഇവിടെ വിട്. കറക്കട പുറത്ത്. നിനക്ക് ചായയിലെ പച്ച വെള്ളം ഞാൻ തരില്ല. കണക്ക് കൊടുത്ത് നല്ലോണം ഉറച്ചു വന്നൊരു കച്ചവടം. അത് നീ അരസി പിടിപ്പിച്ചില്ലേ? ഇല്ലേ? മാസം 100-150 കിട്ടില്ലേ? അത് നീ ഇല്ലാതാക്കില്ലേ? പൊട്ടിച്ച് വായിക്കണ. എന്റെ അച്ഛന്റെ കത്തല്ലേ? അതാ എനിക്ക് പേടി. എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ആർക്കറിയാം? ഇനി കൊണ്ട പേടി പോലും. പ്രിയപ്പെട്ട മരുമകൻ അറിയുവാൻ അമ്മാവൻ എഴുതുന്നത്: നിന്നെ അങ്ങോട്ട് അയച്ചതിന് ശേഷം ഒരു വിവരവും കണ്ടില്ല. രാജേന്ദ്രനെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഉടനെ അവിടെ എത്തും. ഗൗതം സാഹിബ് ലണ്ടനിൽ നിന്ന് അയച്ചു തന്ന പിസ്റ്റളുമായി. നിങ്ങൾ കത്ത് മടക്കുമെന്ന് എനിക്കറിയാം.
ആ പെണ്ണിനെ കെട്ടാതിരിക്കുകയോ പെണ്ണ് കാണാൻ ചെന്ന് വല്ല കുഴപ്പം ഒപ്പിക്കുകയോ ചെയ്താൽ മൂന്നിനെയും ഞാൻ ചുട്ട് ചാമ്പലാക്കി കളയും. ഓർമ്മയിരിക്കട്ടെ. ദൈവമേ, ഭൂമിയിൽ ഈ അച്ഛന്മാരെന്നൊരു വർഗം ഇല്ലായിരുന്നെങ്കിൽ. നിന്റെ അച്ഛനും ഞാനും ചെയ്യാത്ത വിക്രസുകളില്ല. തമ്മിൽ ചേർന്നാൽ പിന്നെ വലിയ രസമാണ്. അല്ല, രണ്ടു തറവാടികളുടെ ചേർച്ചയാണേ. പിന്നെ ആ ചേർച്ച രണ്ട് മക്കളിലൂടെ അങ്ങ് ഉറപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ ആലോചന കൊണ്ടുവന്നത്. അല്ല, പിന്നെ ഹണ്ടിങ് എന്ന് വെച്ചാൽ മോന്റെ അച്ഛന് ഭ്രാന്ത. എന്നെ കാണാൻ വരുന്നത് തന്നെ ഹണ്ടിങ്ങിന് പോകാൻ മുട്ടുമ്പോഴാ. ആ കാട്ടിലും മലയിലുമായി എന്തെന്ത് അനുഭവങ്ങളാ ഉണ്ടായിരിക്കുന്ന അറിയാമോ? തോക്കില്ലാതെ അമ്മ വേട്ടയ്ക്ക് പോയിട്ടുണ്ടോ? തോക്കില്ലാതെ എങ്ങനെയാ വേട്ടയ്ക്ക് പോകുന്നത്? അതാ കഴിവ്. ഈ ഞാനേട്ടൻ തോക്കില്ലാതെ ആനയെ വരെ പിടിക്കും. അവിടെ പറഞ്ഞു. അതൊന്നും അത്ര വലിയ കാര്യമല്ലെന്നേ. എന്നാലും പറഞ്ഞാ നീ അമ്മാനത് കേൾക്കാൻ താല്പര്യം. ഹണ്ടിങ്ങിന്റെ ഏത് കഥകളും പറയാന്ന് വെച്ചാൽ എനിക്ക് ജീവനാ, ജീവൻ. ആ പറയൂ. ആനയെ പിടിക്കാൻ തോക്ക് വേണ്ട. വെടിവെക്കാൻ ഫോറസ്റ്റ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ സമ്മതിക്കുന്നില്ല. അപ്പൊ ഒരു ബുദ്ധിയുണ്ട്. ഈ പഴം ഉണ്ടല്ലോ, പഴം, പാളയന്തോടം പഴം, അതാണ് ജീവൻ. അതിലൊരെണ്ണം വാങ്ങി അതിനകത്ത് സ്ലീപ്പിംഗ് പിൽസ്, ഈ ഉറക്ക ഗുളിക, അത് കുത്തി നിറയ്ക്കുക. ഇതുമായി കാട്ടി കയറുക, ഒറ്റയാന് കൊടുക്കുക. ഇത് തിന്ന് ഒരു 4-5 അടി നടക്കുമ്പോ ഉറങ്ങി വീഴും. കൂർക്കം വലിച്ചുറങ്ങും. അപ്പം നാട്ടിന്ന് താപ്പാനെ കൊണ്ടൊന്ന് തളയ്ക്കുക, കൂട്ടിനകത്താക്കുക. ആന ഉടരുമ്പോ കൂട്ടിനകത്തായിരിക്കും. ഞാനിതുപോലെ കുറെ പിടിച്ചിട്ടുള്ളതാ. പിന്നെ ഇപ്പൊ കാടുമില്ല, അതുകൊണ്ട് പിടിക്കലും നിർത്തി. ഭയങ്കരം തന്നല്ലേ അമ്മ? ഓ, എന്തൊരു ജ്ഞാനം. അതെ. എന്നാലേ ഞാൻ മകളെ വിളിക്കാം. നാരായണിയമ്മേ, എന്തോ മോളെ വിളിക്കൂ. വരൂ, വരൂ. മോള് ശരിക്കും കണ്ടല്ലോ. ഇനി മക്കൾക്ക് വല്ലതും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം. അത് വേണ്ടതാ. ഈ സൈക്കോളജിക്കലായിട്ടൊരു മിംഗ്ലിംഗ്. അതെ, മിംഗ്ലിംഗ് ആവശ്യമാ. എനിക്കൊന്നും സംസാരിക്കണമെന്നില്ല. നാണം കൊണ്ട് പറയുക. ചെല്ലു രാജേന്ദ്ര. ചെല്ല്. ആ കുട്ടി കാത്തു നിൽക്കുന്നു. അങ്ങോട്ട് ചെല്ലേ. ചെല്ല് ചെല്ല് ചെല്ല്. ചെല്ല്. ഒന്ന് മിംഗിൾ ചെയ്തിട്ട് വാ. പോ. അതൊട്ടി. ഞാനിങ്ങനെ കണ്ടിരുന്നു, പുഴയോരത്ത് വെച്ച്. കള്ളൻ എന്തൊരു പണിയാ കാണിച്ചത്. ഇങ്ങനെയൊക്കെ ചെയ്യാവോ? എനിക്ക് എന്ത് ദേഷ്യം വന്നെന്നറിയാവോ? കൊല്ലാൻ തോന്നി. കുട്ടി അത് ആരോടെങ്കിലും പറഞ്ഞോ? ആ, എന്നെ ഇഷ്ടമായോ? ഇഷ്ടമായില്ലെങ്കിൽ ഞാനത് എല്ലാരോടും പറയും. ഇഷ്ടമായോ? ഇഷ്ടമായി.